എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലീസുകാരാൽ ഇല്ലാതായിപ്പോയ ഒരു വ്യക്തിത്വമുണ്ട് എനിക്ക്. 2014 ജൂലൈ 6 രാത്രി കോഴിക്കോട് ചേവായൂരിൽ നിന്നുള്ള പോലീസ് സംഘം അന്നാണ് അഷ്റഫ് എന്ന രവീന്ദ്രൻ്റെ കാസർകോട്ടെ വീട്ടിലെത്തുന്നത്. സുഹൃത്തിൻ്റെ വീട് കാണിച്ചു നൽകണമെന്നായിരുന്നു സ്വകാര്യ വാഹനത്തിലെത്തിയ സംഘത്തിൻ്റെ ആവശ്യം. വാഹനത്തിൽ കയറ്റി. പോലീസ് അന്വേഷിച്ചെത്തിയ സുഹൃത്ത് ആ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിൻസീറ്റിൽ കൈവിലങ്ങ് വെച്ച് മറ്റൊരാളും. കാർ അർദ്ധരാത്രിയോടെ എത്തിച്ചേർന്നത് ചേവായൂർ പോലീസ് സ്റ്റേഷൻ മുറ്റത്താണ്. അഷ്റഫിനെ വാഹനത്തിൽ നിന്നിറക്കി സെല്ലിലിട്ടു. 2 പേർ കൂടി സെല്ലിലുണ്ടായിരുന്നു. 5 ദിവസം അന്യായമായി കസ്റ്റഡിയിൽ. 11 പുലർച്ചെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ചേവായൂർ ബാങ്ക് കൊള്ളയടിക്കാൻ ആസൂത്രണം നടത്തുന്നതിനിടെ പ്രതികൾ അറസ്റ്റിൽ. പിന്നീട് അഷ്റഫ് ഉൾപ്പെടെ 6 പേരെ നിർത്തി പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം. കുപ്രസിദ്ധ മോഷ്ടാക്കൾ പിടിയിലെന്ന കമ്മീഷണർ. പിടികൂടിയത് പോലീസ് പരിശോധനയ്ക്കിടെ. മുൻപ് ചില കേസുകളിൽ പ്രതികളായവരായിരുന്നു എല്ലാവരും. കോടതിയിൽ ഹാജരാക്കിയ 6 പേരെയും റിമാൻഡ് ചെയ്തു. 11/7/2014 തീയതി വരെ ഞങ്ങൾ ലോക്കപ്പിനകത്താണ്. 11/7/2014 തീയതി രാവിലെ സാജിദ് ഹസൻ എന്ന് പറഞ്ഞ ഒരാളെ ഇവിടുന്ന് കൊണ്ടുവന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 6 പേരെ വെച്ചിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജിൻ്റെ നേതൃത്വത്തിൽ ചേവായൂർ CIയുടെ ഓഫീസിൽ വെച്ചിട്ട് പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബാങ്ക് കവർച്ചാ കേസിലെ നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതികളാണ്, ബാങ്ക് കവർച്ചാ കേസിലടക്കം എന്നാണ് അയാൾ പ്രസ്താവിച്ചിട്ടുള്ളത്. അന്ന് 1 വർഷവും 2 മാസവും ഞാൻ റിമാൻഡിലായിരുന്നു. ജയിലിൽ കഴിയവെയാണ് കള്ളക്കേസിൽ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോരാടാൻ അഷ്റഫ് മനസ്സിലുറപ്പിക്കുന്നത്. സഹതടവുകാരൻ്റെ സഹായത്തോടെ നിയമവഴികൾ മനസ്സിലാക്കി തുടങ്ങി. ലൈബ്രറിയിൽ നിന്ന് ലഭിച്ച നിയമപുസ്തകങ്ങൾ വായിച്ച് പഠിച്ചു. ജയിലിലിരിക്കെ തന്നെ കോടതിയിൽ പരാതി നൽകി. മോഷണ ശ്രമക്കേസിൽ അഷ്റഫിനെ കോഴിക്കോട് കോടതി പിന്നീട് വെറുതെ വിട്ടു. ഞാനൊരു 10ാം ക്ലാസ്സുകാരനാണ്. ഇത്തരം ദുഷ്കരമായ സാഹചര്യങ്ങൾ വന്നപ്പോൾ സ്വയം റെസിസ്റ്റ് ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു. അപ്പം ജയിലിൽ വെച്ച് ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഒരു CRPCയും IPCയും കൂടിയുള്ള ഒരു മലയാളവും ഇംഗ്ലീഷും കൂടിയുള്ള ഒരു പുസ്തകം കിട്ടി, ടെക്സ്റ്റ് കിട്ടി. അതോടൊപ്പം തന്നെ ഒരു സഹതടവുകാരൻ എനിക്കൊരു എവിഡൻസ് ആക്റ്റും ഒരു KP ആക്റ്റും കൊണ്ടുതന്നു. അത് വെച്ചിട്ടാണ് ഞാൻ കേസ് നടത്തി വന്നിട്ടുള്ളത്. അന്നത്തെ പോലീസ് കമ്മീഷണർ, ചേവായൂർ ഇൻസ്പെക്ടർ, SI, ഗ്രേഡ് SIമാർ, മറ്റു പോലീസുകാർക്കുമെതിരെയാണ് നിയമപോരാട്ടം തുടരുന്നത്. ഇതിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥരും ഉയർന്ന കോടതികളെ സമീപിച്ചു. അവസാനം കേസ് പരിഗണിച്ചപ്പോഴും ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരായില്ല. എന്നെ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി എൻ്റെ ജീവിതം നശിപ്പിച്ച് കടന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അതിനുള്ള വ്യക്തമായ തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. അത് ഇനി വരും സമയങ്ങളിൽ ഇനിയും കേസുകൾ പോലീസുകാർക്കെതിരെ നടക്കുന്നുണ്ട്. ആ കേസുകൾക്ക് അവരുടെ റിസൾട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പോലീസ് എന്താകരുതെന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പോരാടുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. നീതിപീഠത്തിൽ വിശ്വാസം. ഇനി എന്താണ് അവരുടെ അടുത്ത അറ്റംപ്റ്റ് എന്നുള്ളത് അനുഭവിച്ചു തന്നെ അറിയാം. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.